ഇനി പണ്ഡിത നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെ ജന്മദിന തിങ്കളായിരിക്കും. റബീഉൽ അവ്വൽ ചൊല്ലുമ്പോൾ ഒരു മുഅ്മിനായ മനുഷ്യക്ക് എന്തില്ലാത്തൊരു ആവേശം, ഒരു ഉന്മേഷമായിരിക്കും. കാരണം ഞങ്ങൾക്ക് എന്ത് ഞങ്ങൾക്ക് ലഭിച്ചിട്ടുണ്ടെങ്കിൽ, എന്ത് അനുഗ്രഹം, ഏത് അധികാരവും, എന്ത് സന്തോഷവും, എന്ത് ഞങ്ങൾക്ക് കിട്ടിയിട്ടുണ്ടെങ്കിൽ അതൊക്കെല്ലാം കാരണക്കാർ ഹബീബായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളായിരിക്കും. തങ്ങളെ ഈ ലോകത്തിൽ പഠിച്ചിട്ടില്ലാണ്ടായിരുന്നെങ്കിൽ ഇൻ്റെ അള്ളാഹു ഞങ്ങളെയും, അല്ലെങ്കിൽ ഈ ലോകത്തിലോ ഒരു ഗാലക്സിയോ ഭൂമിയോ സമുദ്രമോ കടലോ പർവ്വതങ്ങളോ എന്തിനും അള്ളാഹു പടക്കലാണ്. ഞങ്ങൾക്ക് എല്ലാം ലഭിക്കോ കാരണക്കാർ ഹബീബായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളായിട്ട്. അപ്പോൾ ആ തങ്ങളെ കൊണ്ട് ഞങ്ങൾ എല്ലാം ലഭിച്ചിട്ടുണ്ടെങ്കിൽ ആ തങ്ങളെ ജന്മദിന നാൾ വരുമ്പോൾ ഞങ്ങൾ എന്തുകൊണ്ടും മുഅ്മിനായ മനുഷ്യന്മാരായി ഞങ്ങൾ സന്തോഷിക്കും. അതുകൊണ്ട് നബി തങ്ങളെ ജന്മനാൾ വരുമ്പോൾ ഞങ്ങളെ ഔത്തെ പരിസരവും ഞങ്ങളെ അകവും അതുപോലെ ഞങ്ങളുടെ ഫാമിലിയും ഒന്നുകൂടി സജ്ജായിട്ട് നിൽക്കണം ആ നബി തങ്ങളുടെ ജന്മദിനത്തെ സ്വീകരിക്കുവാനായിട്ട്. ഞങ്ങളെ ഔത്തെ പരിസരം റമദാൻ പറയുമ്പോൾ ഞങ്ങൾ ക്ലീനാക്കട പോലെ റബീഉൽ അവ്വൽ പറയുമ്പോൾ ഒന്നുകൂടി ഞങ്ങൾ വൃത്തിയാക്കി വെക്കണം. അതുപോലെ ഔത്തുള്ള ലൈറ്റിങ്സ് മിഞ്ചർസ് ലൈറ്റിട്ട് ഒരു വെളിച്ചം നബി തങ്ങളുടെ ജന്മദിനത്തിനായിട്ട് ഞങ്ങൾ സന്തോഷിക്കണം. അതുപോലെ ഞങ്ങളുടെ ഔത്തുള്ള മക്കവും ഞങ്ങളുടെ ഫാമിലിയും ഡ്രസ്സ് എടുക്കുന്ന കൂട്ടത്തിൽ റബീഉൽ അവ്വൽ തിങ്കളും ഒരു നബി തങ്ങളെ പിരിച്ച വെച്ചിട്ട് ഫാമിലികൾ ഡ്രസ്സ് എടുക്കൽ കാര്യവും ഞങ്ങൾ ആക്കണം. കാരണം ചെന്നെങ്കിൽ എല്ലാം കൊണ്ടും ഒരു മുഅ്മിനായ മനുഷ്യൻ മുഅ്മിനാവനുണ്ടായെങ്കിൽ അവൻ നബി തങ്ങളെ സ്നേഹിക്കണം. നബി തങ്ങളെ യുഅ്മിന അഹദുക്കും ഹത്താ അകൂന അഹബ്ബ ഇലൈഹി മിൻ വാലിദിഹി വവൽദിഹി വന്നാസി അജ്മഈൻ. അവൻ്റെ ഫാമിലിയോ അവൻ്റെ സ്വത്തോ എല്ലാത്തെ കാലം മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെ സ്നേഹിക്കണുണ്ടായിരിക്കും. മുഅ്മിൻ നബി തങ്ങളെ സ്നേഹിക്കാണ്ട് ഒരാളും മുഅ്മിനാവില്ല. അവന് പുറത്തേക്ക് മുഹമ്മദിൻ്റെ പേരോ അബ്ദുൽ ഖാദറിൻ്റെ പേരോ ഹസനുൻ്റെ പേരോ എന്ത് പേര് വെച്ചെങ്കിലും അവൻ നബി തങ്ങളുടെ അവൻ്റെ മനസ്സിൽ സ്നേഹമുണ്ടാ മഹബത്തുണ്ടാ എന്നെങ്കിൽ അവനൊരു മുഅ്മിനായിരിക്കും. അതല്ലെങ്കിൽ ഒരാൾക്ക് ഹസനുൻ്റെ പേരുണ്ട്, അതേപോലെ പുനർമതത്തിൽപ്പെട്ടവനക്ക് സുന്ദരൻ്റെ പേരുണ്ട്. പേര് രണ്ട് അർത്ഥം ഒന്നേ ആയിരിക്കും. ഹസനും ചെന്നെങ്കിൽ ഒന്നി, സുന്ദരൻ ചെന്നെങ്കിൽ പേര് ഒന്നേ ആയിരിക്കും. അപ്പോൾ പേര് കൊണ്ടൊരുത്ത മുഅ്മിനാവില്ല. മുഅ്മിനാവുന്നുണ്ടായെങ്കിൽ നബി തങ്ങളെ മഹബത്ത് അവൻ്റെ ഹൃദയത്തിൽ വേണം. നൻ്റെ പെത്തായാൽ പിന്നെ നൻ്റെ ഈ വയസ്സ് വരെ നൻ്റെ ഹൃദയത്തിൽ മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളൊട്ടിക്ക് സ്നേഹം ഇല്ലാണ്ടിരുന്നെങ്കിൽ പിന്നെ നൻ്റെ മുഅ്മിനിട്ടിരുന്നൊരു ഫലമുണ്ടാകും. അതുകൊണ്ട് മുഅ്മിനീങ്ങളെ ഞങ്ങൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെ സ്നേഹിക്കണം. നിങ്ങളുടെ ബായിലോ അല്ലെങ്കിൽ നിങ്ങളുടെ സ്റ്റാറ്റസിലോ മാത്രം നബി തങ്ങളെ മധുഹോ അല്ലെങ്കിൽ ചൊന്നെങ്കിൽ മയ്യാവല നിങ്ങളുടെ മഹബത്തിലൂടെ അടയാളായിട്ടിക്കര് സദാസമയം മുത്തുനബി തങ്ങളെ പേര് സ്വലാത്ത് ചൊല്ലുക. അല്ലെങ്കിൽ മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെ സുന്നത്ത് ഞങ്ങൾ ഫോളോ അപ്പ് ആക്കണം. ധാരാളം സുന്നത്തുകൾ ഉണ്ട്. ഇൻഷാ അല്ലാഹ് ഇനി പണ്ട് നാളിൽ ഞങ്ങൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെ കുറിച്ചിട്ട് ധാരാളം ചർച്ചകൾ ഞങ്ങൾ ആക്കണം റബീഉൽ അവ്വൽ വരുമ്പോൾ. അപ്പോൾ മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെ സുന്നത്ത് ഏതെങ്കിലും റൂട്ടിൽ ഞങ്ങൾ കിട്ടിയാണെങ്കിൽ അത് ഒരു നാൾ ഞങ്ങളുടെ ജീവിതത്തിൽ ഒരിക്കെങ്കിലും ഞങ്ങൾ ഫോളോ അപ്പ് ആക്കണം, ജീവിതത്തിൽ എടുക്കണം. അല്ലാഹു റബ്ബ് സുബ്ഹാനഹു തആല ആ മുത്തുനബി തങ്ങളെ മഹബത്ത് വെക്കുകയും റബീഉൽ അവ്വൽ നല്ലതുപോലെ ബഹുമാനിക്കുകയും അല്ലാഹു റബ്ബ് സുബ്ഹാനഹു തആല ഞങ്ങൾക്ക് തൗഫീഖ് നൽകട്ടെ. അവൻ്റെ മുത്തഖീങ്ങളിൽ അല്ലാഹു ഞങ്ങൾ ഉൾപ്പെടുത്തട്ടെ. ആമീൻ യാ റബ്ബൽ ആലമീൻ.